Hi guys, welcome to our channel. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് കാണണം. കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അടുത്തുള്ള ബെൽ ബട്ടണും അമർത്തണം. ഗായ്സ്, ഇന്ന് ഞങ്ങൾ വന്നേക്കുന്ന ഒരു അടിപൊളി കുക്കിംഗ് റെസിപ്പി ആയിട്ടാണ്. ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി അല്ലെങ്കിൽ ബീറ്റ്റൂട്ട് വാട്ടിയത് എന്ന് പറയാം. ഇത് നമുക്ക് സിമ്പിളായി തന്നെ ഉണ്ടാക്കിയെടുക്കാം. അധിക ടൈമൊന്നും ആവശ്യമില്ല. ബീറ്റ്റൂട്ട് കഴിച്ചാൽ നമ്മുടെ ശരീരത്തിലൊക്കെ ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരത്തിൽ വിറ്റാമിൻ നൽകുന്ന പച്ചക്കറികളൊന്നാണ് ബീറ്റ്റൂട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതിനു വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് 2 ബീറ്റ്റൂട്ടാണ്. അതായത് നല്ല പച്ച ബീറ്റ്റൂട്ടൊക്കെ എടുക്കാനായിട്ട് നോക്കുക. പിന്നെ നല്ല കളറുള്ളത്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കതൊന്ന് കഴുകി നന്നായിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ട ബാക്കി സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. നിങ്ങൾ എന്ത് ഓയിലാണ് നിങ്ങൾ ഓരോന്നും വാട്ടിയെടുക്കുന്നത് ആ ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾ എടുത്തേക്കുന്നത് കോക്കനട്ട് ഓയിലാണ്. പിന്നെ ആവശ്യത്തിന് കടുക് വേണം. പിന്നെ ആവശ്യത്തിന് തേങ്ങ ചിരകിയത്. ഇനി പറയുന്ന സാധനങ്ങൾ നിങ്ങൾ എടുത്തേക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റിക്ക് നിങ്ങൾ സാധനങ്ങളുടെ അളവ് കൂട്ടണം. അപ്പം ഞങ്ങൾ എടുത്തേക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെ അളവിൻ്റെ ക്വാണ്ടിറ്റിയുടെയാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, വറ്റൽമുളക് പൊടിച്ചത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 4 ഉള്ളി ചതച്ചത്. ഞങ്ങളിതിൽ വെളുത്തുള്ളി യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഉള്ളി ചതച്ചതിൻ്റെ കൂടെ വെളുത്തുള്ളിയും ചതച്ച് എടുക്കാം. അതായത് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക്, അതുപോലെ തന്നെ എരിവ് നല്ല ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മളെടുക്കണ പച്ചമുളകിൻ്റെ എണ്ണവും നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണേ നോക്കാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചേക്കണം ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഇത് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയൊരു ബ്രൗണിഷ് കളറാവുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചേക്കണ വറ്റൽമുളകുണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതും നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ഇത് ഒരു ബ്രൗണിഷ് കളറായിട്ട് വരണം. കരിഞ്ഞു പോകാതിരിക്കാൻ നോക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് ബീറ്റ്റൂട്ടാണ്. നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്ന ബീറ്റ്റൂട്ടാണിത്. നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ബീറ്റ്റൂട്ട് എടുക്കുമ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നല്ല പച്ച ബീറ്റ്റൂട്ട് നോക്കി എടുക്കുക. അതായത് വാടിയ ബീറ്റ്റൂട്ടൊന്നും എടുക്കാതിരിക്കാൻ നോക്കാം. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത് പച്ചമുളകാണ്. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് ഉപ്പിൻ്റെ അളവൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബീറ്റ്റൂട്ടിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടണം. അതായത് വാടിക്കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് നേരത്തെ ചിരകി വെച്ചേക്കണ തേങ്ങയുണ്ട്, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മെഴുക്കുവരട്ടിയാണ്. അതുപോലെ തന്നെ ഹെൽത്തിയുമായ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പമോ കഞ്ഞിയുടെ ഒപ്പമോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് കഞ്ഞിയുടെ ഒപ്പം കൂട്ടി കഴിക്കുമ്പോഴാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്താം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.